രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നേരം പുലരുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നത്. ആദ്യം വന്ന പരാതികൾക്ക് സമാനമായ പക്ഷേ അതിനേക്കാൾ വലിയ ഗൗരവമുള്ള ഒരു പരാതി രാഹുലിനെതിരെ വന്നു. ഇന്ന് പുലർച്ചെ പാലക്കാട് ഹോട്ടൽ മുറിയിലെത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്ത് പ്രത്യേക ടീം നേരെ പത്തനംതിട്ടയിലേക്ക് പോയി. പത്തനംതിട്ടയിൽ അവിടെ ഇന്ന് ഉച്ചയോടെ മജിസ്ട്രേറ്റിന് മുന്നിൽ രാഹുലിനെ കൊണ്ടുവരും. അതിനുശേഷം നേരെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരാവശ്യം പോലീസ് വയ്ക്കും എന്നാണ് ഏറ്റവും പുതിയ വരുന്ന വിവരങ്ങൾ. പത്തനംതിട്ട സ്വദേശിയായ യുവതി നൽകിയ പരാതിയോടൊപ്പം തന്നെ പരാതിക്കാധാരമായ തെളിവുകൾ കൂടി സമർപ്പിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് ലഭിച്ച ഒരു പരാതി അതിനെ അതീവ രഹസ്യമായി പോലീസ് വെക്കുകയും പിന്നെ അങ്ങ് കൊണ്ടുപോയിരുന്നു. രാഹുലിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അതൊന്നും അറിയില്ല. പോലീസുകാർ പോണ് കണ്ട് അത്രേ അറിയുള്ളൂ. അതും അറിയില്ല. ഞാൻ ഇവിടെ ഇരുന്നു. ആ പോലീസുകാരല്ല അവർ വരും പോക്കും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് കാണിക്കോട്ടെ. വണ്ടിയൊന്നും കാണാനുമില്ല. വണ്ടി ഉണ്ടെങ്കിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടിയൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ തന്നെ ഇരുന്നു. ഈ പോലീസ് വണ്ടിയിൽ തന്നെയാണോ ഇവരെത്തിയത്? പോലീസ് ജീപ്പിൽ? അതൊന്നും കണ്ടില്ല. ഞാൻ പോലീസുകാർ പോണ് കണ്ടു, പുറത്തേക്ക് പോണ് കണ്ടു. അത്ര പോലീസ് യൂണിഫോമിലാണോ വന്നിരുന്നത്? ആ പോലീസ് യൂണിഫോം തന്നെ ഞാൻ കണ്ടുള്ളൂ. ഓക്കെ, മനസ്സിലാക്കിയെടുത്തോളം KPM ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എങ്ങനെയാണ് എന്നുള്ളത് വിവരങ്ങൾ തേടുകയായിരുന്നു മാധ്യമപ്രവർത്തകർ. എന്തായാലും യൂണിഫോമിലെത്തിയ പോലീസുകാർ എന്നുള്ളതാണ്. ഇപ്പോൾ യൂണിഫോമിലെത്തിയ പോലീസുകാർ നേരെ വന്ന് രാഹുലിനെ കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, സാജിദ് അജ്മൽ ചേരുകയാണ് പാലക്കാട് നിന്ന്. സാജിദ്, ഈ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒപ്പം തന്നെ ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? സാജിദ് അജ്മലിലേക്ക് വരാം. ഇന്ന് പുലർച്ചെയാണ് 12:30 ഏതാണ്ട് 1 മണിയോടെ എന്നൊക്കെ പറയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുറിയിലേക്ക് പോലീസ് നേരെ ചെന്നി. 2002 അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുറിയുടെ KPM ഹോട്ടലിലെ രാഹുൽ താമസിച്ച ഹോട്ടൽ മുറിയുടെ നമ്പർ. അവിടേക്ക് പോലീസ് എത്തി തട്ടി വിളിച്ച് നേരെ ഒരു പരാതിയുണ്ട് നിങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞ് നിങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞ് നേരെ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് നേരെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയി പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ച് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ സാജിദ് അജ്മൽ നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. സാജിദ്, രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത KPM ഹോട്ടലിന് മുന്നിലാണ് എന്നാണ് സാജിദ് നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം പോലീസ് വന്നിരിക്കുന്നത് യൂണിഫോമിൽ തന്നെയാണ് എന്ന് അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായും ഈ യൂണിഫോം ഉള്ള ജീവനക്കാരും ഇല്ലാത്ത ജീവനക്കാരുമുണ്ട്. ഇവർ ഈ പാലക്കാട് SP-യെ ഈ അന്വേഷണ സംഘം വിവരം അറിയിക്കുകയും അങ്ങനെ ഷൊർണൂർ DSP ഈ മുരളീധരൻ കൂടി ഈ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ മുരളീധരനും ഈ മറ്റ് 7 പേരും, അങ്ങനെ 8 പേരാണ് ഇവിടെ വന്നത്. ഇപ്പോൾ ഈ പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇതിൽ ക്രൂരമായ ബലാത്സംഗം, നിർബന്ധിത ഗർഭചിത്രം, സാമ്പത്തിക ചൂഷണം സാജിദ് അജ്മലുമായുള്ള ബന്ധത്തിൽ നേരിയ സാങ്കേതിക തടസ്സം വരികയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് പറയുകയായിരുന്നു സാജിദ് അജ്മൽ. അതിൽ ക്രൂരമായ ബലാത്സംഗം, ഗർഭചിത്രം, ഒപ്പം തന്നെ സാമ്പത്തിക ചൂഷണം, പുതിയൊരു കാര്യം കൂടി വരികയാണ്. സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്നുള്ള കാര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുവതി നൽകിയ പരാതി അനുസരിച്ച് സാമ്പത്തികമായി കൂടി ചൂഷണം ചെയ്തു എന്നുള്ളത് പറയുന്നുണ്ട്. എന്തായാലും സാജിദ് അതിൻ്റെ വിവരങ്ങൾ അധികം വൈകാതെ വളരെ കൃത്യമായി തന്നെ നമ്മളോടൊപ്പം നമുക്ക് പങ്കുവയ്ക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നേരെ AR ക്യാമ്പിൽ എത്തിച്ച് അവിടെ ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ ചോദ്യമുനയിലാണ് രാഹുൽ ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് പറയാം. അധികം വൈകാതെ തന്നെ രാഹുലിനെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷം നേരെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കിയ ശേഷം നേരെ റിമാൻഡിലേക്ക് കൊണ്ടുപോകും. റിമാൻഡ് ചെയ്യണമെന്നുള്ളൊരാവശ്യം പോലീസ് മുന്നോട്ട് വയ്ക്കും. സ്വാഭാവികമായും കോടതി റിമാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ രാഹുൽ ഇനിയുള്ള വഴി അത് ജയിലിലേക്കുള്ള വഴിയാണ്.
അതിനുശേഷം പോലീസ് ഈ പറയുന്ന വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുകയും മറ്റതിൻ്റെ കേസിൻ്റെ പ്രൊസീജിയറിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്കിപ്പം വിഷ്ണു കൂടി ചേരുകയാണ്. വിഷ്ണു, പത്തനംതിട്ട എന്ന് പറയുന്നത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തട്ടകമാണ്. അവിടെയാണിപ്പോൾ, അവിടെ തയ്യാർ ക്യാമ്പിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത്. എത്രമാത്രം വലിയ ഒരു ഗൗരവത്തിലുള്ള പരാതിയാണ് അവിടെ നിന്ന് വരുന്നത്. രാഹുലിന് ഒരു തിരിച്ചടി ഉണ്ടായി, തിരിച്ചടിയിൽ കിടക്കുകയാണ് രാഹുൽ. അപ്പോൾ തിരിച്ചടിക്ക് മേലെ ഒരു തിരിച്ചടി കൂടിയല്ലേ? മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട് അദ്ദേഹത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഉടൻ തന്നെ അദ്ദേഹത്തെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയായിരുന്നു. പത്തനംതിട്ട AR ക്യാമ്പിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. പോലീസ് വിദഗ്ധരടക്കം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ചും രാഹുൽ രാഷ്ട്രീയ തട്ടകമായി മാറ്റിയിരുന്ന രാഹുലിൻ്റെ എല്ലാ വിധത്തിലുള്ള രാഷ്ട്രീയ ഉയർച്ചയ്ക്കും കാരണമായ പത്തനംതിട്ടയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ബലാത്സംഗ പരാതി ഉയർന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് പത്തനംതിട്ടയിൽ തന്നെ ചോദ്യം ചെയ്യുന്നു. ഇതൊക്കെ വലിയ രാഷ്ട്രീയ നീക്കം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പ്രത്യേകിച്ച് അദ്ദേഹത്തെ തിരുവല്ല മജിസ്ട്രേറ്റിന് മുൻപിൽ ചോദ്യം ചെയ്യലിന് ശേഷം ഹാജരാക്കും. അവിടുന്ന് റിമാൻഡിൽ വാങ്ങുമെന്ന തക്കവിധത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗർഭചിത്ര കേന്ദ്രം, അതുപോലെ സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചാണ്.